ഹലോ എവരി വൺ, വെൽക്കം ടു കരിയർ മേക്കർ. അപ്പോൾ നമ്മുടെ IBPSന്റെ PO നോട്ടിഫിക്കേഷൻ ഔട്ടായിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ നമുക്ക് ഇന്നാണ് ഔട്ടായിട്ടുള്ളത്. അതിന് നമുക്ക് ഏകദേശം ആദ്യം നമുക്ക് എന്ത് പറയാം, അതിന്റെ നമുക്ക് വേക്കൻസി നമുക്ക് പറഞ്ഞിട്ട് ബാക്കിയായാലും നമുക്ക് പോവാം. ടോട്ടൽ വേക്കൻസി 6715, അതായത് 6715 വേക്കൻസിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ മറ്റ് ഡീറ്റെയിൽസ് നമുക്ക് പോവാം. അതിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് മുതലാണ്? 1 ജൂലൈ 2026 മുതൽ എന്ത് ചെയ്യും, അതിന്റെ നമുക്ക് എന്താണ് അതിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് അപ്ലൈ തുടങ്ങാൻ പറ്റും. ലാസ്റ്റ് ഡേറ്റ് നമുക്ക് എന്താ വരുന്നത്, 21 ജൂലൈ 2026 നമുക്ക് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ ഈ പേയ്മെന്റ് ചെയ്യാൻ നമുക്ക് എന്തുണ്ട്, ഈ ഡേറ്റുള്ള അതായത് 1 ജൂലൈ മുതൽ 21 ജൂലൈ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഫീ പേയ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതായത് 21 രാത്രി 11:59 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് ചെയ്യാൻ പറ്റും. സോ ഞാൻ ഇപ്പോ ടൈം രാത്രി 11:59 പറഞ്ഞെങ്കിലും നിങ്ങൾ അതൊരു ആരും വെക്കാതിരിക്കുകയും ചെയ്യരുത്. നേരത്തെ എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, അത് നമുക്ക് 2 ദിവസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എഡിറ്റ് വിൻഡോ മോഡിഫിക്കേഷനകത്ത്. പക്ഷെ എഡിറ്റ് വിൻഡോയ്ക്കകത്ത് വരുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻറ്റ് നമ്മുടെ കാസ്റ്റ് അതേപോലെ ഡേറ്റ് ഓഫ് ബർത്തിലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മറ്റ് എഡിറ്റിംഗ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. മറ്റെന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത് എന്ത് നോക്കാം, എക്സാം എന്ന് നടക്കുമെന്ന് നോക്കാം. ഇപ്പോൾ ജൂലൈ 1 നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു. ഓഗസ്റ്റ് 3rd വീക്കിൽ നമുക്ക് എന്ത് കാണും, ഇതിന്റെ പ്രിലിംസ് എക്സാം കാണും. അതിന്റെ റിസൾട്ട് നമുക്ക് സെപ്റ്റംബറിൽ ഒരു 2nd വീക്ക് 3rd വീക്കോടുകൂടി നമുക്ക് എന്ത് വരും, റിസൾട്ട് വരും. അത് കഴിഞ്ഞ് ഒക്ടോബർ 1st വീക്കിൽ നമുക്ക് എന്ത് കാണും, അതിന്റെ മെയിൻസ് എക്സാം കാണും. അത് കഴിഞ്ഞ് മെയിൻസ് റിസൾട്ട് മിക്കവാറും ഒക്ടോബർ ലാസ്റ്റ് നവംബറോടുകൂടി നമുക്ക് എന്ത് വരും, റിസൾട്ട് വരും. അത് കഴിഞ്ഞാൽ അവർ എന്ത് വരുന്നുണ്ട്, ഒരു പേഴ്സണൽ ടെസ്റ്റ്, ഒരു സൈക്കോമെട്രി ടെസ്റ്റ് പോലെ പേഴ്സണൽ ടെസ്റ്റ് ആദ്യം കണ്ടക്ട് ചെയ്യും. അതിനുശേഷം നമുക്ക് നവംബർ ഡിസംബറിൽ നമുക്ക് എന്ത് കാണും, ഒരു ഇന്റർവ്യൂ കാണും. അപ്പോൾ ഡിസംബറിൽ ഇന്റർവ്യൂ, അതായത് ഈ വർഷം അവസാനം ഇന്റർവ്യൂ കഴിഞ്ഞാൽ 2027 ജനുവരി 2nd വീക്ക് ഓർ 3rd വീക്കോടുകൂടി നമുക്ക് എന്ത് വരും, ഇതിന്റെ ഫൈനൽ റിസൾട്ട് വരും. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ ഓരോ ബാങ്ക്, നമുക്കിപ്പോൾ ഇതിൽ 11 ബാങ്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ബാങ്കുകളുടെ ഓരോ ബാങ്കിന്റെയും അവരുടെ രീതിക്ക് അനുസരിച്ച് അവർ എന്ത് ചെയ്യും, പോസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വരും. അതായത് ഏകദേശം നമുക്ക് ഫൈനൽ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാർച്ച് ഏപ്രിൽ മുതൽ നമുക്ക് എന്ത് സ്റ്റാർട്ട് ചെയ്യും, നമ്മുടെ ജോയിനിങ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് നമുക്ക് എന്ത് നോക്കാം, എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാം. എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് നോക്കേണ്ടതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. അതായത് എനി ഡിഗ്രി ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, എന്താണ്, ആ യൂണിവേഴ്സിറ്റി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്തായിരിക്കണം, റെക്കഗ്നൈസ്ഡ് ആയിരിക്കണം. ആ ഒറ്റ കണ്ടീഷൻ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഫൈനൽ റിസൾട്ട് ഡേറ്റ് എന്ന് പറയുന്നത്, അതായത് നമുക്കിപ്പോൾ ഇപ്പം പാസ് ഔട്ട് ആയ ആൾക്കാർ, അതേപോലെ ഇപ്പം അവർക്ക് എന്ത് ചെയ്യണം, അവരുടെ റിസൾട്ട് 21 ജൂലൈ 2026 മുന്നേ അവർക്ക് എന്ത് വേണം, അവർ ഫൈനൽ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കണം. അവർക്ക് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് മിനിമം പെർസെന്റ് ആവശ്യമില്ല, ക്വാളിഫൈഡ്, നമുക്ക് ഡിഗ്രി ക്വാളിഫൈഡ് മാത്രം പാസ്സായാൽ മാത്രം മതി. പിന്നെ എന്ത് ചെയ്യും, നമുക്ക് ലാസ്റ്റ് നമുക്ക് DV ചെല്ലുമ്പോൾ നമുക്ക് എന്ത് സബ്മിറ്റ് ചെയ്യേണ്ടി വരും, നമ്മുടെ മാർക്ക് ഷീറ്റും അതേപോലെ നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ് അടുത്ത എന്താണ്, ഏജ് ക്രൈറ്റീരിയ. അതായത് മിനിമം 20 years ടു മാക്സിമം 30 years വരെയാണ് അവർ എന്ത് പറഞ്ഞേക്കുന്നത്, ഏജ് ലിമിറ്റ് പറഞ്ഞേക്കുന്നത്. അതായത് 1 ജൂലൈ 2026 ബേസിൽ അവർ എന്ത് ചെയ്യുന്നത്, ഈ ഡേറ്റ് എന്താ പറഞ്ഞേക്കുന്നത്, നമ്മുടെ ഡേറ്റ് ഏജ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുമ്പോൾ 2nd ജൂലൈ 1996 മുന്നേ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ 1 ജൂലൈ 2006 ശേഷം ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ മറ്റ് ഏജ് റിലാക്സേഷൻ വരുന്നതുകൊണ്ട് ഇപ്പം SC ST OBC അവർക്ക് എന്ത് വരുന്നുണ്ട്, അതുപോലെ ഡിസബിലിറ്റി പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ്, അതേപോലെ എക്സ് സർവീസ് അവർക്ക് എന്ത് വരുന്നുണ്ട്, അവർക്ക് ഏജ് റിലാക്സേഷൻ ഒക്കെ വരുന്നുണ്ട്. അതെല്ലാം ആസ് പെർ ഗവൺമെന്റ് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് അടുത്ത ഇമ്പോർട്ടന്റ് കാര്യം എന്താണ്, സാലറി. സാലറി എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക് പേ IBPS PO നമുക്ക് കിട്ടുന്നത് 48,480 നമുക്ക് ബേസിക് പേ വരുന്നത്. അപ്പോൾ ഇൻ ഹാൻഡ് നമുക്ക് വിത്ത് അലവൻസ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം 85K നമുക്ക് എന്ത് വരും, സാലറി നമുക്ക് വരും. ബട്ട് ഈ 85K എന്ന് പറയുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് 11 ബാങ്കുകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഓരോ ബാങ്കിന്റെയും അവരുടെ അലവൻസ് മറ്റു കാര്യം ചേഞ്ച് വരാം. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു എറൗണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, 85 to 90K ഇടയ്ക്ക് നമുക്ക് എന്ത് വരാം, ഇൻ ഹാൻഡ് സാലറി നമുക്ക് മേബി അതിന് മേളിൽ നമുക്ക് പോയിരിക്കാം വരാം. അത് ഓരോ ബാങ്കിന്റെയും എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യും. അതിന്റെ കൂടെ നമുക്ക് DA അലവൻസ് ഉണ്ട്, HRA ഹൗസിന്റെ അലവൻസ് നമുക്ക് വരുന്നുണ്ട്, മെഡിക്കൽ അലവൻസ് ഉണ്ട്, ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ട്രാവൽ അലവൻസ് ഉണ്ട്, അത് പെട്രോൾ അലവൻസ്, ന്യൂസ് പേപ്പർ അലവൻസ്, അങ്ങനെ പല അലവൻസ് നമുക്ക് എന്തിൽ വരുന്നുണ്ട്, ഇവിടെ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത്
എന്താണ് ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നേരത്തെ അപ്ലൈ ചെയ്യുക, ലാസ്റ്റ് മൊമെന്റിൽ വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. ആൻഡ് അതിനോടൊപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ഓഫ്ലൈൻ ബാച്ചസും ഓൺലൈൻ ബാച്ചസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റൺ ചെയ്യുന്നുണ്ട്. അതിനെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്ട് അക്കാഡമിക്ക് നമ്മുടെ വെബ്സൈറ്റിൽ നമ്മുടെ ഡീറ്റെയിൽസ് എന്താണ് അവൈലബിൾ ആണ്. ഓക്കെ, താങ്ക് യു.